കേരള രാഷ്ട്രീയത്തിൽ പകരക്കാരനില്ലാത്ത പ്രതിഭാസമായിരുന്നു കുഞ്ഞൂഞ്ഞ് അഥവാ ഉമ്മൻചാണ്ടി. 50 വർഷത്തിലധികം ഒരേ മണ്ഡലത്തിൽ തുടർച്ചയായി നിയമസഭയിലെത്തിയ മറ്റൊരു നേതാവുണ്ടോ എന്ന് സംശയം. ആൾക്കൂട്ടമാണ് ഉമ്മൻചാണ്ടിയുടെ ശക്തിയും ദൗർബല്യവും. ജനക്കൂട്ടത്തെ വാക്ചാതുരിയോടെ കയ്യിലെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹമില്ല. എന്നാൽ ചുറ്റും കൂടുന്ന ജനങ്ങളിൽ നിന്ന് ഇത്രയേറെ ഊർജവും കർമ്മശേഷിയും ആവാഹിച്ചെടുക്കുന്ന മറ്റൊരു നേതാവും കേരളത്തിലില്ല. KSUയിലൂടെയാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പ്രവേശനം. 1970 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ നിന്നും ആദ്യമായി കേരള നിയമസഭയിലെത്തിയ അദ്ദേഹം മരണം വരെ പുതുപ്പള്ളി MLA ആയിരുന്നു. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ നാഴികക്കല്ലാവുന്ന നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിച്ച നേതാവാണ് ഉമ്മൻചാണ്ടി. 1991 അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കെ അവതരിപ്പിച്ച ബജറ്റ് കേരള വികസനത്തിലെ നാഴികക്കല്ലാണ്. 2004 ആദ്യമായി മുഖ്യമന്ത്രിയായ ശേഷം ജനസമ്പർക്കം എന്ന ഒരു പരാതി പരിഹരണ മാർഗം ഉമ്മൻചാണ്ടി നടപ്പിൽ വരുത്തി. ഓരോ സ്ഥലങ്ങളിൽ വിളിച്ചു ചേർക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ ജനങ്ങളോട് നേരിട്ടിടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ പരിഹാര മാർഗമുണ്ടാക്കുവാൻ അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു. നേരിട്ട കല്ലേറുകളെ പോലും നിഷ്കളങ്കമായ സ്നേഹം കൊണ്ട് കീഴടക്കിയ മനുഷ്യൻ. ആരോപണങ്ങളിൽ അഗ്നിശുദ്ധി വരുത്തിയ അപൂർവതയുടെ മാതൃകയായ ആ വലിയ മനുഷ്യൻ, പുതുപ്പള്ളിയുടെ കുഞ്ഞൂഞ്ഞ്, മലയാളികളുടെ ഉമ്മൻചാണ്ടി സാർ, ഒടുവിൽ ആൾക്കൂട്ടത്തെ തനിച്ചാക്കി നമ്മെ വിട്ടുപോയി. ഉമ്മൻചാണ്ടി എന്നത് കാലം കഴിയുന്തോറും കൂടുതൽ കരുത്താർജിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള ചാപ്റ്ററിന്റെ 1000 അശ്രുപൂക്കൾ.